ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം? എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പോൾ അത് നമ്മൾ പോയോണ്ടിരിക്കണ എങ്ങോട്ടാന്ന് വെച്ചാൽ കല്യാണത്തിനാണ് കേട്ടോ. ട്രാവലിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് 4-5 മാസമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോന് ഗൾഫിലെത്തിയിട്ടുണ്ട്. കാക്കാൻ്റെ മോൻ്റെ ആണ്, ഉമ്മൻ്റെ ആങ്ങളുടെ മോൻ്റെ കല്യാണം അതിന് കേട്ടോ. അപ്പോൾ അവന് ഗൾഫിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോസ് ഉണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു മറ്റേ ചാനലിൽ. അപ്പോൾ ആ വീഡിയോസ് കഴിഞ്ഞ വീഡിയോസ് എന്ന് വെച്ചാൽ നമ്മൾ പുതിയണിൻ്റെ വീട്ടിലേക്ക് പോണ കല്യാണം ആ വീഡിയോസ് വീഡിയോ കേട്ടോ. അപ്പോൾ അത് കയറി കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതാ പിന്നെ നമ്മൾ തൂര് ഓഡിറ്റോറിയത്തിലാണ്. ഇത് നമ്മളെ വീട്ടിലത്തെ ഒരു കല്യാണമാണ്. മറ്റേത് പുതിയണിൻ്റെ വീട്ടിലത്തെ കല്യാണം കേട്ടോ. അത് മേലാറ്റൂർ ഓഡിറ്റോറിയത്തിലാണ്. ഇത് തൂര് ഓഡിറ്റോറിയത്തിലാണ്. ഇത് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ. 4 മണി തൊട്ടിട്ട് രാത്രി വരെയാണ് കല്യാണം ഉള്ളത്, 10 മണിയൊക്കെ വരെ. അപ്പോൾ അത് നമ്മൾ എത്താനും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ കല്യാണം കഴിഞ്ഞ് നമ്മൾ ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് മാറ്റിയൊക്കെ പോന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയി കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്താ പറയല്ലേ എന്ന് വെച്ചാൽ അന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം കൂടി കഴിഞ്ഞ് റിസൾട്ട് അറിയുന്ന ദിവസം കേട്ടോ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ പെട്ടെന്ന് പോയിട്ടുണ്ടായിന് ഒരുവിധ ആൾക്കാരൊക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്ലോക്ക് ആവുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയും പിന്നെ അതേമാതിരി റിസൾട്ട് അറിയാമല്ലോ, അതിലൊക്കെ പടയിട്ട് എല്ലാവരും കൂടുതലായിട്ട് ഭക്ഷണം കഴിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ രാത്രി ആയതുകൊണ്ടിൽ കുറഞ്ഞൊരു പ്രശ്നം കാര്യങ്ങളേ ഉള്ളൂ. വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കണേ പകൽ തന്നെ വേണമല്ലേ കല്യാണം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് രാത്രിയായപ്പോൾ എനിക്കോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല, വീഡിയോസൊക്കെ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഈ കല്യാണ വീഡിയോസ് ഉണ്ടല്ലോ 3-4 ഭാഗമായിട്ടാണ് ഞാൻ മറ്റേ ചാനലിൽ ഇട്ടിട്ടുള്ളത്. കുറച്ച് വെറൈറ്റി ആയിട്ട് ആക്കിയിട്ടാണ് അങ്ങനെ ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇത് കാക്കാൻ്റെ 2 മക്കളാണ്, 2 പെൺമക്കളാണ് കേട്ടോ. അപ്പോൾ ഒരു മോനേ ഉള്ളൂ, അവൻ്റെ കല്യാണം ഇന്ന് അത് കേട്ടോ. അപ്പോൾ അതാ എല്ലാവരും സ്റ്റേജിൽ പുതിയ എല്ലാവരും സെറ്റായി വന്നിട്ടുണ്ട്. എല്ലാവരും ഫോട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്, ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്റ്റേജിമ്മക്ക് ലൈറ്റ് ക്ലിയർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒന്നും ക്ലിയറിൽ കിട്ടിയിട്ടില്ല. പിന്നെ ലൈറ്റൊക്കെ ഇടിച്ച് പിന്നെ അങ്ങനെയൊക്കെ സെറ്റായി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഭാഗം മാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതന്നെ 2 ഭാഗമായിട്ട് ഞാൻ ഇതിലിടാമെന്ന് വിചാരിച്ചു. ഇത് മലപ്പുറം പൂവി കിച്ചൻ എന്നുള്ള ചാനലിൽ ഫസ്റ്റത്തെ ചാനലിൽ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് വോയിസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ ഇതൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ അത്രയ്ക്ക് വലിയ ഇതുണ്ടാവില്ല. അപ്പോൾ ഞാൻ വോയിസ് കൊടുത്ത് കുറച്ച് പാട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കൂടുതൽ വോയിസും കാര്യങ്ങളൊന്നും കൊടുക്കണില്ല. പിന്നെ ഒരു കാര്യം എന്താ പറയല്ലേ എന്ന് വെച്ചാൽ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ആ ബെല്ലൈക്കനോട് അടിച്ച് ഹോളെന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. ബാക്കി കൂടെ ഒന്ന് കണ്ടു നോക്കിട്ടോ. ൊത്ത കീനാവും കണ്ടിരിക്കും ബീവി, അശകൊത്ത മണിമുത്ത് ഖദീജ ബീവി, ഹൂറിയാൾ മുഹബ്ബത്തിൻ മധുരത്തേവി, മതിലങ്കും മദീനത്തെ രാജാത്തിപ്പൂവി. ഇശലൊത്ത കീനാവും കണ്ടിരിക്കും ബീവി, അശകൊത്ത മണിമുത്ത് ഖദീജ ബീവി, ഹൂറിയാൾ മുഹബ്ബത്തിൻ മധുരത്തേവി, മതിലെങ്കും മദീനത്തെ രാജാത്തിപ്പൂവി. റസൂലൊരു കനവിൽ കണ്ട് ഒത്തിരി മോഹം കൽബിൽ കുതിർത്ത് ഹക്കവനിൽ ഇരവോദീരത്ത്. റസൂലൊരു കനവിൽ കണ്ട് ഒത്തിരി മോഹം കൽബിൽ കുതിർത്ത് ഹക്കവനിൽ ഇരവോദീരത്ത്, ഹക്കവനിൽ ഇരവോദീരത്ത്. അല്ലമീനന്നു വരുന്നു താരകം പൂത്തു, ഇശലിന്റെ പൂക്കൾ കൊരുത്തൊരു മാലയും തീർത്തു. ഇശലൊത്ത കീനാവും കണ്ടിരിക്കും ബീവി, അശകൊത്ത മണിമുത്ത് ഖദീജ ബീവി. നിഴലില്ലാത്തൊരു മേന്മയതുണ്ട്
മേഘം കുട പോൽ ചൂടിയ കണ്ട് തോഴിയാൽ ബീവിയിൽ ചരിതമുരത്ത് നിഴലില്ലാത്തൊരു മേന്മയതുണ്ട് മേഘം കുട പോൽ ചൂടിയ കണ്ട് തോഴിയൽ ബീവിയിൽ ചരിതമുരത്ത് ഇതിഹാസം ആലത്തല്ലും കഥകൾ കേട്ട് ബീവിയാൾ ഖദീജ തൻ മാനസം പൂത്ത് ഇശലൊത്ത കീനാവും കണ്ടിരിക്കും ബീവി അശകൊത്ത മണിമുത്ത് ഖദീജ ബീവി ഹൃദയത്തിൽ അനുരാഗമുണർന്ന് നിത്യവസന്തം മേനി പുണർന്ന് ബീവി ഖദീജ നൂറിലലിഞ്ഞ് ഹൃദയത്തിൽ അനുരാഗമുണർന്ന് നിത്യവസന്തം മേനി പുണർന്ന് ബീവി ഖദീജ അനൂറിലലിഞ്ഞ് ജിബ്രീലും വഹയ്യാലെ ഇറങ്ങിയെന്ന് അഹദോന്റെ അനുവാദം ഹബീബും ചൊന്ന് ഇശലൊത്ത കീനാവും കണ്ടിരിക്കും ബീവി അശകൊത്ത മണിമുത്ത് ഖദീജ ബീവി മംഗല്യത്തിൻ രാവ് പുലർന്നേ മലക്കുകൾ മർഹബ പാടിടുന്നേ വാനിൽ അമ്പിളി പൂത്തു വിടർന്നേ മംഗല്യത്തിൻ രാവ് പുലർന്നേ മലക്കുകൾ മർഹബ പാടിടുന്നേ വാനിൽ അമ്പിളി പൂത്തു വിടർന്നേ പുതുമാരൻ റസൂലുള്ള ചമഞ്ഞിടുന്നേ മണവാട്ടി ഖദീജ. അപ്പോൾ അതാ നിങ്ങൾ വീഡിയോസ് കണ്ടല്ലോ അല്ലേ. ഇപ്പോൾ ഈ കാണുന്ന എന്താണെന്ന് വെച്ചാൽ സ്റ്റേജ് നമുക്ക് കൊണ്ടുവരണതാണ് കേട്ടോ പുതിയ എണ്ണീനെ. ലൈറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അടിപൊളി തന്നെയാണ് കേട്ടോ. രാത്രി നല്ലൊരു പ്രശ്നം ഒറ്റ മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ. എല്ലാം കൊണ്ടും നല്ലത് തന്നെയായിരുന്നു. അപ്പോൾ ആദ്യമോനൊക്കെ സ്റ്റേജ് കയറി ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അവനെ പിന്നെ ഒഴിച്ചാൻ വിട്ടേക്കിനു. അപ്പോൾ സ്റ്റേജ് കയറി ഫോട്ടോ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇനു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നവരൊക്കെ എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.